ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റംസാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഇത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തന്നെ നമുക്ക് 1.5 കപ്പ് മൈദയിൽ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കതൊന്ന് കുഴച്ച് ഒരു ഡോ റെഡിയാക്കി നമുക്കതൊന്ന് മാറ്റി വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം. ഫില്ലിങ്ങിന് വേണ്ടി ഒരു ഒണിയനും ക്യാബേജും പൊട്ടറ്റോയും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ 2 കോഴിമുട്ടയും കൂടെ വേണം. ഇനി ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എന്നിട്ട് നമുക്കതൊരു 5 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. ഞാനിവിടെ 10 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇതേപോലെ മാവ് വിതറി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഓരോന്ന് വേണമെങ്കിൽ നമുക്കിതേപോലെ പരത്തി ചുട്ടെടുക്കാം. ഞാനിവിടെ 5 വീതമുള്ള 2 സെറ്റാക്കി എടുത്തിട്ട് അതിതേപോലെ ചെറിയ ഇതായിട്ട് പരത്തി അതൊരു പ്ലേറ്റിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും തടവി കുറച്ച് മാവും കൂടെ വിതറിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ച് ഇതേപോലെ എണ്ണയും മാവും വിതറി കൊടുത്തിട്ടാണ് 2 സെറ്റാക്കി എടുത്തിട്ടാണ് അത് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലും കിട്ടും, പിന്നെ പണിയും എളുപ്പമാവും. ഇപ്പോൾ ഫുള്ള് പരത്തി ഞാൻ 2 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു സെറ്റ് എടുത്ത് ഇതേപോലെ മാവ് വിതറി അതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചൂടായ തവയിൽ ലോ ഫ്ലെയിമിൽ തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഇത് പുറം അങ്ങ് മൊരിഞ്ഞു പോവും. അപ്പം ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അകമൊക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ലെയറൊക്കെ ഇതേപോലെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് ഓരോ ലെയർ എടുത്ത് മാറ്റി വയ്ക്കാം, വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ചൂടോടുകൂടി തന്നെ നമുക്കിത് ലെയറുകളെല്ലാം മാറ്റണം. നമുക്ക് മറ്റേ സെറ്റും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം.
അപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയർ എടുത്ത് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ സൈഡിലും ഈ ഫില്ലിങ് എത്തും. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഓരോന്നെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചായകടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ അടിപൊളി ഒരു ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.